1993 റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൻ്റെ കഥയിൽ നിരീക്ഷണങ്ങൾ നടത്തവെയാണ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കഥയ്ക്ക് വീണ്ടും ഒരു തുടർച്ചയുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് വ്യക്തമാക്കാനായി വീണ്ടും ഒരിക്കൽ കൂടി മാടമ്പള്ളി തറവാട്ടിലേക്ക് നമുക്ക് പോകാം. പക്ഷേ 20 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ യാത്ര എന്നത് ഓർമ്മിക്കണം. മാടമ്പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുൻപ് നമുക്ക് പരിചയമുള്ള തറവാട്ടിലെ 2 കുടുംബാംഗങ്ങളുടെ വിയോഗം ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾ തമ്പി അദ്ദേഹവും മറ്റൊന്ന് ഭാസുര അമ്മയുമാണ്. ഇവരുടെ കാലചക്രം അവസാനിച്ച ശേഷമാണ് മാടമ്പള്ളിയിൽ നമ്മൾ എത്തപ്പെട്ടതെന്ന് ഓർക്കണം. 150 വർഷങ്ങൾക്ക് മുൻപുള്ള കാരണവരുടെയും നാഗവല്ലിയുടെയും കഥ പറഞ്ഞവർ, വിശ്വസിച്ചവർ, അവരാണ് ഇന്നിവിടെ ചിത്രമായി മാറിയിരിക്കുന്നത്. അതായത് ഇത് മറ്റൊരു കാലഘട്ടമെന്ന് മാടമ്പള്ളിയിലെ ഭിത്തിയിൽ ശോഭിക്കുന്ന ഇവരും സൂചിപ്പിക്കുന്നു. ഒരു നീണ്ട കാലയളവിലെ നിദ്രയ്ക്ക് ശേഷം വീണ്ടും ഒരു ആലസ്യത്തോടെ ഉണർന്നിരിക്കുകയാണ് മാടമ്പള്ളി തറവാട്. അതിന് കാരണമായത് ജയശ്രീയാണ്. ജയശ്രീ അറിയില്ലേ? നകുലൻ്റെ അമ്മാവനായ തമ്പിയുടെ ഏറ്റവും ഇളയ മകൾ. സിനിമയിൽ നെടുമുടി വേണുവിൻ്റെ ഏറ്റവും ഇളയ പുത്രിയായി അഭിനയിച്ച പെൺകുട്ടി. ജയശ്രീക്കിന്ന് പ്രായം 38 കഴിഞ്ഞിരിക്കുന്നു. വിവാഹിതയാണെങ്കിലും ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി. 15 വയസ്സുള്ള ഒരു മകൻ ഉണ്ട്. ഭർത്താവിൻ്റെ മരണത്തോടെ മനസ്സിൻ്റെ പ്രതിഭാസങ്ങളിൽപ്പെട്ട് വളരെ ദുഃഖിതയായി കഴിയുന്ന അവസരത്തിലാണ് വീണ്ടും ചിലങ്കയണിയുവാൻ ജയശ്രീ തീരുമാനിക്കുന്നത്. കുട്ടിനാൾ മുതലേ നൃത്തം അഭ്യസിച്ചിരുന്ന ജയശ്രീ വീണ്ടും ചിലങ്കയണിഞ്ഞ് ഡാൻസ് ടീച്ചർ ആകുവാൻ കാരണം ഓർമ്മകളാൽ നൊമ്പരപ്പെടുന്ന മനസ്സിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ കൂടാൻ തുടങ്ങിയപ്പോൾ ജയശ്രീ തൻ്റെ കഷ്ടനഷ്ടങ്ങൾ മറന്ന് ഒരു പൂർണ്ണ നർത്തകിയും ടീച്ചറുമായി മാറുന്നു. സ്ഥല പരിമിതി കാരണം ജയശ്രീയുടെ കുടുംബ വീട്ടിലെ സ്ഥലം മതിയാകാതായി. എന്നാൽ മാടമ്പള്ളിയിലെ നടുമുറ്റം അതിന് പര്യാപ്തമായിരുന്നു. അങ്ങനെയാണ് മാടമ്പള്ളിയിലെ കൽമണ്ഡപത്തിൽ വീണ്ടും വിളക്ക് തെളിഞ്ഞത്. ജയശ്രീയും മകനും നൃത്തം പഠിപ്പിക്കാൻ മാടമ്പള്ളിയിലേക്ക് മാറുന്നതറിഞ്ഞപ്പോൾ ആ വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ ഏതേലും കോണിൽ ഒതുങ്ങിപ്പോകേണ്ട എന്ന് കരുതിയാവണം ജയശ്രീയുടെ സഹോദരൻ ചന്തുവും കുടുംബവും ഒപ്പം കൂടിയത്. സിനിമയിൽ ഈ ചന്തുവിൻ്റെ വേഷം ചെയ്തത് സുധീഷാണ്. അയാൾക്കിപ്പോൾ ഭാര്യയും 2 ചെറിയ കുട്ടികളുമുണ്ട്. ജയശ്രീയും മകനും ചന്തുവിൻ്റെ കുടുംബവും മാടമ്പള്ളിയിലേക്ക് താമസം മാറ്റിയ വിവരം അറിഞ്ഞ അല്ലിയും മകളുടെ നിർബന്ധം കാരണം എറണാകുളത്തു നിന്നും വേനലവധി ചെലവഴിക്കാൻ മാടമ്പള്ളി തിരഞ്ഞെടുത്തു. അല്ലി അറിയില്ലേ? ഉണ്ണിത്താൻ്റെ മകൾ. സിനിമയിൽ ഇന്നസെൻറ്റിൻ്റെയും KPC ലളിതയുടെയും മകൾ. അല്ലി ഇന്നൊരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. ഭർത്താവ് ഒരു എഞ്ചിനീയറുമാണ്. പക്ഷേ ആൾ ഇപ്പോൾ നാട്ടിലില്ല. അതിനാൽ അല്ലിയുടെ മകളും അല്ലിയും ഇത്തവണ അല്ലിയുടെ കുടുംബത്തിലേക്ക് വരാനായിട്ടായിരുന്നു തീരുമാനിച്ചത്. അപ്പോഴാണ് ജയശ്രീയും ചന്തുവുമൊക്കെ മാടമ്പള്ളിയിലാണെന്ന് അറിയുന്നത്. അതോടെ അല്ലിയുടെ മകൾ നിത്യയ്ക്ക് പറഞ്ഞുകേട്ട ഭയാനകമായ മാടമ്പള്ളി കഥകളിലെ മാടമ്പള്ളിയെ കാണാൻ ആവേശമായി. ചന്തുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയായിരുന്നു ശ്രീദേവിയും താമസിച്ചിരുന്നത്. ചന്തുവും കുടുംബവും മാടമ്പള്ളിയിലേക്ക് മാറിയപ്പോൾ ഒപ്പം ശ്രീദേവിയും ഉണ്ടായിരുന്നു. അറിയില്ലേ ശ്രീദേവിയെ? ജാതകത്തിലെ ചൊവ്വാദോഷം മൂലം കല്യാണം കഴിച്ചുകൊണ്ടുപോയ ഭർത്താവ് തിരികെ കൊണ്ടാക്കിയ തമ്പിയുടെ ഏറ്റവും മൂത്ത മകൾ. ഗംഗയെ ചികിത്സിക്കാൻ എത്തിയ ഡോക്ടർ സണ്ണി പ്രണയിച്ച ശ്രീദേവി. ശ്രീദേവി ഇന്നും ഒറ്റപ്പെട്ടു തന്നെയാണ് കഴിയുന്നത്. അതിൻ്റെ കാരണം മുന്നോട്ടുള്ള കഥാഗതിയിൽ വ്യക്തമാകും. അങ്ങനെ ജയശ്രീ, മകൻ അരവിന്ദ്, ചന്തു, ചന്തുവിൻ്റെ ഭാര്യ വൈഗ, അവരുടെ കുട്ടികൾ ശ്രീദേവി, അല്ലിയും മകളും, ഇത്രയും പേരാണ് ഇപ്പോൾ മാടമ്പള്ളിയിൽ ഉള്ളത്. എങ്കിലും മാടമ്പള്ളിയെ ഇപ്പോൾ മനോഹരമാക്കുന്നത് ജയശ്രീയുടെയും ശിഷ്യഗണങ്ങളുടെയും ചിലങ്കകൾ തന്നെയാണ്. പഴയതുപോലൊരു ഭയാനകതയൊന്നും ഇക്കാലത്ത് മാടമ്പള്ളി തറവാടിനില്ലെന്ന് തന്നെ പറയാം. തറവാട് ഇടയ്ക്ക് വെച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ നകുലൻ അനുവാദം കൊടുത്തതോടെ മാടമ്പള്ളിയിലെ പഴയ സംഭവങ്ങളൊക്കെ വെറും പഴങ്കഥകളായി. അങ്ങനെ മാടമ്പള്ളി തറവാട്ടിലെ കൽമണ്ഡപത്തിൽ വിളക്ക് തിരി തെളിയുമ്പോൾ, ചിലങ്കകളുടെ ഉച്ചതയിൽ ശബ്ദമുഖരിതമാകുമ്പോൾ പെട്ടെന്നൊരു ദിവസത്തിൻ്റെ സായാഹ്നത്തിൽ അവളെത്തി, ഗംഗ.